നവകേരള സദസ്സിലെ ഒരു റിയൽ ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ എന്ന് പറയുന്നത് മറിയക്കുട്ടിയാണ്. പോലീസുകാർ തല്ലിയതിൻ്റെ പുറത്ത് ഡിവൈഎഫ്ഐക്കാർ ചടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും മർദ്ദിക്കാന്ന് പറഞ്ഞാൽ അതൊരു രക്ഷാപ്രവർത്തനം. അതെ, എന്ന് മർദ്ദിക്കുന്നത് തെറ്റ്. ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ അതിൻ്റെ പ്രവർത്തകരിൽ 99% CPM-കാരായിട്ട് മാറി. മുസ്ലിങ്ങൾ പോലും കരുതുന്നത് ഷാജൻ സ്കറിയ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര മുസ്ലിം വിരുദ്ധനാണ്. മുഖ്യധാര ചാനലുകളൊക്കെ മുസ്ലിം വിരുദ്ധമായി വർഗീയത പറയുന്നവരുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അവർക്കാർക്കും ഒരു കുഴപ്പമില്ല. പല ആൾക്കാരും എന്നെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്തിനാ വൃത്തികെട്ടവനെ സപ്പോർട്ട് ചെയ്യുന്നത്? ആ ഷാജൻ സ്കറിയ എന്ന് പറഞ്ഞ സംഖ്യയെ എന്തിനു സപ്പോർട്ട് ചെയ്യും? റിയാസ് മന്ത്രിയാവുന്നത് മാത്രമല്ല, അദ്ദേഹത്തിന് കിട്ടിയ വകുപ്പുകൾ നോക്കും. ശൈലജ ടീച്ചറെ മിക്കവാറും ഈ പാർലമെന്റ് ഇലക്ഷൻ എവിടെയെങ്കിലും നിർത്തി തോപ്പിക്കും. മാത്രമല്ല, എനിക്ക് എൻ്റെ ഒരു വിശ്വാസം പാർലമെന്റ് ഇലക്ഷൻ കഴിയുമ്പോൾ പുള്ളി കാണുന്നവർ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് പുള്ളിയെ കയറ്റിയിരുന്നു. നമസ്കാരം, ഷൂട്ട് അറ്റ് സൈറ്റിലേക്ക് സ്വാഗതം. ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വം. ഇതിനു മുമ്പ് ഒരിക്കൽ ഞാൻ ഈ ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന പരിപാടിയിൽ ഇദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട്. ദീർഘകാലത്തിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി സംസാരിക്കുന്നു. മറ്റാരുമല്ല, അഡ്വക്കേറ്റ് ജയശങ്കർ. നമസ്കാരം. നമസ്കാരം. നമ്മൾ ഒരു വലിയ സംഭവബഹുലമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയതിനു ശേഷമാണ് കാണുന്നത്. അതെ, എൻ്റെ പോലീസ് കേസും അറസ്റ്റും പരിപാടികളൊക്കെ അന്നത്തെ പരസ്യമായി തന്നെ നന്ദി പറയട്ടെ. ആദ്യത്തെ സാറിൻ്റെ വളരെ ഹെൽപ്ഫുള്ളായി. സാറിൻ്റെ അന്നത്തെ ആ ഒരു നിലപാടുകൾ പലപ്പോഴും എനിക്ക് പറയാൻ പറ്റാത്ത പരിമിതികളുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ. അല്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു പരിമിതി ഇല്ലാത്തതുകൊണ്ട് എന്തും പറയാം. അപ്പോൾ അത്ര അല്ല, അത് വേറെ കാര്യമുണ്ട്. ഞാൻ വളരെ പരിമിതമായിട്ടാണ് ഈ ഒരു വികാരങ്ങൾ പ്രകടിപ്പിച്ചുള്ളൂ. പൊതുവേ ഷാജൻ സ്കറിയ ഒളിവിൽ പോവുകയും ജാമ്യം കിട്ടാതെ ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ എന്നെ ഫോണിൽ വിളിച്ചു, മറ്റു വിധത്തിൽ നേരിട്ടുമൊക്കെ ബന്ധപ്പെട്ട് ഷാജൻ സ്കറിയയ്ക്ക് ആവശ്യമായ നിയമസഹായം കൊടുക്കണം, അതിന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, ഇങ്ങനെ ഒരു മനുഷ്യനെ വേട്ടയാടുന്നത് ശരിയല്ല എന്ന അഭിപ്രായം പറഞ്ഞ് ഒരുപാട് ആളുകൾ, സാധാരണക്കാർ, ഇടത്തരക്കാർ, അതേസമയത്ത് നല്ല പണമുള്ള ആളുകൾ, വിദ്യാസമ്പന്നരായ ആളുകൾ, ഇവർ ഒരുപാട് പേര് പല സന്ദർഭങ്ങളിലായിട്ട് അതുകൊണ്ട് ഒരു മാസത്തിന് മേലെ ഒളിവിലായിരുന്നു. അതെ, ആ സമയത്ത് ആദ്യം മുതൽ പ്രത്യേകിച്ച് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം അപേക്ഷ തള്ളിയ സ്ഥിതിക്ക് ഒരുപാട് പേര് സുപ്രീം കോടതിയിൽ പോരായിട്ട് ഒരുപാട് പൈസ വേണ്ടേ, ആ പൈസ എങ്ങനെ ഉണ്ടാക്കും, ആ മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് എന്നെ തന്നെ സമീപിച്ചു. ഞാൻ അതിൽ പറഞ്ഞില്ല എന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു വലിയ താരപരിവേഷമുള്ള ആളാണ് ഷാജൻ സ്കറിയ. എനിക്ക് തോന്നുന്നത് ഈ ഒരു കാലത്ത് നമ്മുടെ കേരള ശബ്ദം വാരികയുള്ള കേരള ശബ്ദം വളരെ സജീവമായിട്ട് നടന്നപ്പോൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ തമസ്കരിക്കുന്ന ഒരുപാട് വാർത്തകൾ, കണിയാവരമൊക്കെ കുറേ തന്നെ. അതെ, കേരള ശബ്ദത്തിൽ വരും. കേരള ശബ്ദത്തിൽ വരുന്ന വാർത്തകൾ സത്യമാണ് എന്ന ആളുകൾ ഉറപ്പിക്കുകയും ചെയ്യും. അങ്ങനെ വലിയ വിശ്വാസ്യത ഉണ്ടായിരുന്നു. കാരണം മറ്റു പത്രങ്ങളിൽ വരില്ല, കേരള ശബ്ദത്തിൽ വരും. അപ്പോൾ നമ്മൾ തന്നെ വളരെ മറ്റു തരത്തിൽ വരാൻ സാധ്യമില്ലാത്ത വാർത്തകൾ ഇദ്ദേഹത്തെ ഡോക്ടർ രാജകൃഷ്ണനെ വിളിച്ചിട്ട് ഇങ്ങനൊരു സംഗതിയുണ്ട് എന്ന് പറയും, അത് കൊടുക്കും. അദ്ദേഹം വിളിച്ച് പറഞ്ഞ്, അല്ലെങ്കിൽ ഇപ്പോൾ എറണാകുളത്ത് അജയൻ ഓച്ചന്തൂരത്തായിരുന്നു അല്ലേ, അജയനെ വിളിച്ച് പറഞ്ഞാൽ അപ്പോൾ അവർ കറക്റ്റ് ആ സാധനം അടുത്ത ആഴ്ച കേരള ശബ്ദത്തിൽ വരും. അത് വന്നാൽ ഇരിപ്പതാണ്. അതിൻ്റെ ഡാമേജ് ഒരു തരത്തിലും പരിഹരിക്കാൻ പറ്റുകയില്ല. കാരണം കംപ്ലീറ്റ് ഡീറ്റെയിൽസോടാണ് വാർത്ത കൊടുക്കുക. പത്രത്തിൽ തന്നെ വാർത്ത പോലെ ഉള്ളൂ, ഇത് 4-4 പേജ് വേണ്ടി ചിലവാക്കും, ഫോട്ടോസൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ അത് ഏറ്റവും ഒടുവിൽ ഞാൻ ഇത് ഉപയോഗിച്ചത് മലപ്പുറം ജില്ലയിലുള്ള ഒരു മതപണ്ഡിതൻ്റെ ഒരു കൊലപാതകമായിരുന്നു. കൊലപാതകം വെച്ചാൽ ഇയാൾ ചെയ്യുന്ന ഒരു തോന്നിവാസം, ഒരു എണ്ണപ്പെട്ട ഒരു മതപണ്ഡിതൻ, മുസ്ലിം മതപണ്ഡിതൻ. അദ്ദേഹം ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എന്തോ ഒരു ഭാരവാഹിയും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ വേറൊരു മതപണ്ഡിതൻ്റെ മകളെ വിവാഹം കഴിച്ച് വലിയൊരു സംഖ്യ പണമായിട്ടും സ്വർണമായിട്ടും വാങ്ങിച്ചതിന് ശേഷം വിവാഹബന്ധം വേർപെടുത്താതെ ഈ സ്ത്രീയെയും 2 കുട്ടികളെയും വീട്ടിൽ നിന്ന് പുറത്താക്കി വേറെ കല്യാണം കഴിച്ചു. എന്നിട്ട് ഒരു പൈസ ഈ കുട്ടികൾക്കോ ഇയാൾക്ക് ഈ സ്ത്രീക്കോ ചിലവിന് കൊടുക്കില്ല, അവരുടെ സ്വർണ്ണപ്പട്ടവും തിരിച്ചു കൊടുക്കില്ല, വിവാഹബന്ധവും വേർപെടുത്തില്ല. ഇങ്ങനത്തെ ഒരു വലിയ ക്രൂരത. അതും പോരാതെ ഇയാൾ എല്ലാ കൊല്ലവും ചെറിയ പെരുന്നാളിന് 5 കിലോ അരി വീതം വാങ്ങിച്ച് ഇവരുടെ വീട്ടിലേക്ക് കൊടുത്തയക്കും. അതാണ് ആകെ ചെയ്തത്, അപമാനിക്കാൻ വേണ്ടി. മനസ്സിലായില്ല. 5 കിലോ അരിക്ക് ദാരിദ്ര്യമൊന്നുള്ള ആളല്ല ഈ പെണ്ണിൻ്റെ വാപ്പ. അപ്പോൾ ഇത് ഇയാൾ തന്നെ, ഈ മൗലവി തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു വലിയ കൊലപാതകം ഈ നാട്ടിൽ നടക്കുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഏത് ഇയാളുടെ അപ്പൻ, ഈ പെൺകുട്ടിയുടെ പിതാവ് മതപണ്ഡിതൻ, അയാൾ മതപണ്ഡിതനാണ്. ഞാൻ അപ്പം തന്നെ ഞാൻ മെട്രോയിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഇയാൾ വിളിച്ച് പറഞ്ഞത്. ആ മെട്രോയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഡോക്ടർ രാജകൃഷ്ണൻ വിളിച്ച് ഇങ്ങനൊരു സംഭവം. അടുത്തതിൻ്റെ പിന്നത്തെ ആഴ്ച ഈ എല്ലാ പണ്ഡിതന്മാരുടെ തലകെട്ടുകാരനൊക്കെ പടത്തോടിട്ട് കേരള ശബ്ദത്തിൽ വാർത്ത വന്നു. അത് അവിടെ വലിയ കോലാഹലം ഉണ്ടാക്കിയ സംഭവം. എത്ര കാലമായി ഇതൊരു കേരള ശബ്ദം ഡോക്ടർ മരിക്കുന്നതിന് ഒരു 6 മാസം മുമ്പ്. ഞാൻ പറഞ്ഞ അതൊരു വലിയ പൗരധർമ്മം അതിനകത്തുണ്ട്. കാരണം ഈ പത്രങ്ങൾ ഇപ്പോൾ ചന്ദ്രികയിലോ സുപ്രഭാതത്തിലോ മാധ്യമത്തിലോ കോട്ടയം മാതൃഭൂമിയിലോ മനോരമയിലോ ഒരു പത്രത്തിൽ ഇത് വരില്ല.
മാത്രമല്ല പത്രക്കാർ കൊടുക്കുന്ന രീതിയിലൊരു വാർത്തയുമല്ല. അല്ല അല്ല അതിൻ്റെ അകത്തുള്ളൊരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് ആസ്പെക്റ്റ് ഉണ്ട്. മനസ്സിലായി. അപ്പോൾ അത് ആ ആംഗിളിലേക്കാണ് ആ ആംഗിൾ ഞാൻ പറഞ്ഞത്. കേരള ശബ്ദത്തിന് ആളുകളുടെ ഇടയിലായിരുന്നു സ്വീകാര്യത എന്താണ്, ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് ആളുകൾ വിചാരിക്കും. അതിന് പിന്നെ യാതൊരു ടിപ്പണിയുടെ ആവശ്യമില്ല, മുഖവരയുടെ ആവശ്യമില്ല. എന്ന് പറഞ്ഞ പോലെ മറുനാടൻ മലയാളിയിൽ വരുന്ന വാർത്തകൾ, മറുനാടൻ മലയാളി പറയുന്ന കാര്യങ്ങൾ ആളുകൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഇത് വേറെ ആരും പറയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ജോയ് ആലുക്കാസ് റെയ്ഡ് ചെയ്തു എന്ന വാർത്ത ഇല്ലേ, മറുനാടൻ മലയാളിയിൽ വന്നു, പിന്നെ ഞങ്ങളുടെ ജനയുഗത്തിലോ വന്നു. കാരണം ജനയുഗത്തിൽ 5 പൈസയുടെ പരസ്യം അതുവരെ ജോയി ആൽക്കൂസ് കൊടുത്തിട്ടില്ല. ഇപ്പോഴും കൊടുത്താൽ നിർത്തും. അല്ല, നമുക്ക് അത്തരം ഒരു വലിയ ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണല്ലോ ഈ വീഡിയോയിലേക്ക് വരുന്നത്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ആ കരിക്കനേത്ത് മുതലാളി ഒരു ജീവനക്കാരനെ ലിവറും കൊണ്ട് തല്ലിക്കൊന്നു. ഒരു പത്രത്തിൽ വാർത്ത വന്നത്, ഞങ്ങൾ മാത്രമാണ് ക്യാമ്പയിൻ ചെയ്താണ് അയാളെ അറസ്റ്റ് ചെയ്തത്. മരിച്ച നിലയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ഒരു കോളം വാർത്തയിൽ നിന്ന് നമ്മൾ തപ്പിപ്പെടുത്ത കാലത്ത്, ഒരു തുടക്കകാലത്താണ്, വീഡിയോ ഒന്നും ആയില്ല ആ കാലത്ത്. അങ്ങനെ ഒരുപാട് വാർത്തകൾ ഈ പറയുന്ന നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ഇപ്പം ഹീരാബാബുവിന് ഇപ്പം CBI അറസ്റ്റ് ചെയ്തു. എത്രയോ കാലമായി ഇയാൾ തട്ടിപ്പുകാരാണ് ഞങ്ങൾ പറയുന്നതാണ്, എവിഡൻസ് വെച്ചിട്ട്. ആ ഒരു അത്തരത്തിലൊരു ഇപ്പം റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിമാർ അവരുടെ മാങ്കോ ഫോളടക്കമുള്ള സകല ഇടപാടുകൾ ഞങ്ങൾ കൊണ്ടുവന്ന അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ളത് പലരും ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. നമ്മളെ ഇത് വിളിക്കും പലരും മനസ്സിലാക്കുന്നത്. ഇവരെല്ലാം വീഡിയോയുടെ പുറകെ അങ്ങ് പോകുന്നുള്ളൂ. എനിവേ, ഇതൊന്നുമല്ല വേട്ടയാടൽ ഇതിന് ശേഷവും ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും ഞാൻ 2 മാസം മാറി നിൽക്കുമായിരുന്നു. വേട്ടയാടൽ ഇങ്ങനെ തുടരുകയാണ്. എൻ്റെ ശബ്ദം നിലയ്ക്കണം എന്നവർക്ക് നിർബന്ധമാണ്. എന്താണെന്ന് അറിയത്തില്ല, ഇത്രമാത്രം. സാറിനോടില്ലാത്ത വിരോധം എന്നോടെന്താ എനിക്ക് പിടിയിട്ടത്? അല്ല, എന്നോട് അങ്ങനെ വിരോധം വെച്ചു പുലർത്താൻ പറ്റൂല. അല്ല, എന്തായാലും എത്ര ഷാർപ്പായിട്ടാണ് എന്നോട് പലരും ഉപദേശിച്ചു. സാറ് പറയുന്നവർ പറഞ്ഞു, പക്ഷേ എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, എന്നോട് അങ്ങനെ ആർക്കെങ്കിലും വൈരാഗ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ PV അൻവറൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവനെ ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ ഒരിക്കലും സീരിയസ് സാർ സരസമായി പറയുന്നു. ആ ഒരു ശൈലി കൊണ്ടാണ്. ഞാൻ ഭയങ്കര ഷാർപ്പായിട്ട് അങ്ങ് അടിക്കുവാണ്, ഈ ബ്ലണ്ടായിട്ടാണ് അടിക്കും. അതാണ് അതിൻ്റെ പ്രശ്നം. പക്ഷെ അതെങ്ങനെ പറയാൻ സാറിന് പറ്റും? ഇപ്പം പൊങ്ങുമ്പുടം പറയുന്ന പോലെ പറയാൻ അയക്കാൻ പറ്റുള്ളൂ. സാറ് പറയുന്ന പോലെ നമുക്ക് ഞാൻ ശ്രമിച്ചു പറഞ്ഞത് വളരെ സാഹിത്യത്തിലായതുകൊണ്ട് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, പിടികിട്ടത്തില്ല. അതുകൊണ്ട് സ്ഥിരമായിട്ട് ഫോളോ ചെയ്തവർക്ക് മാത്രമേ മനസ്സിലാവും. പക്ഷേ എൻ്റെ രസമായിട്ട് കേൾക്കാറില്ല. എനിവേ, നമുക്ക് നമ്മുടെ ഇതിലേക്ക് കിടക്കാം. ഞാൻ പഴയ ഇൻ്റർവ്യൂവിൽ ഇതെല്ലാം പറഞ്ഞു പോയിട്ടുള്ളത് കാരണം ഞാൻ സാറുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്. നമുക്ക് വർത്തമാനകാല വിഷയങ്ങളിലേക്ക് കിടക്കാം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം നവകേരള സദസ്സ് തന്നെയാണ്. അപ്പം ഇന്ന് എല്ലാ ദിവസവും ഇപ്പം അടിപിടിയിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഈ ഉയർത്തെഴുന്നേൽപ്പുണ്ടല്ലോ, അത് ഈ പ്രതിരോധിക്കുക. ആദ്യം അവർ അടി കൊണ്ടിട്ട് മിണ്ടാതിരുന്നു, ഇപ്പോൾ ഇവർ തിരിച്ചടിക്കാൻ തുടങ്ങി. സതീശനടക്കമുള്ള രംഗത്തിറങ്ങി. ഈ ഒരു മാറ്റം എങ്ങനെ സംഭവിച്ചു? അല്ല, ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയുടെ ഗംഭീരമായ ജനസമ്പർക്ക പരിപാടി 14 ജില്ലകളിലും അദ്ദേഹം തന്നെ ചെന്ന് പരാതിക്കാരെ നേരിട്ട് കണ്ടു. അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അതിൽ പരമാവധി ചെയ്യാവുന്നത്ര കാര്യങ്ങൾ തീർപ്പാക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അത് തന്നെ ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് വിയോജിപ്പുണ്ടാകും. നടത്തിയ കാലത്ത് അതിനോട് വിയോജിപ്പ് പുലർത്തിയ ആളാണ്. പക്ഷേ ഇപ്പോൾ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ 20 മന്ത്രിമാരും മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി കൂടി ഒരു ബസ്സിൽ യാത്ര ചെയ്യും. അത് മണ്ഡലാടിസ്ഥാനത്തിലാണ്, ജില്ലാടിസ്ഥാനത്തിലല്ല. ഇവർ 14 ദിവസമായിട്ട് 14 ജില്ലകളിൽ പോയിട്ട് ചെയ്തിരുന്നെങ്കിൽ, ഇടപെട്ട് ചേർന്നെങ്കിൽ അതിനൊരു യുക്തിയുണ്ട്, ഒരു ന്യായമുണ്ട്. ഇതങ്ങനെയല്ല. ഇവർ എല്ലാ ആളുകളും കൂടി ചേർന്ന് പൈവളിക എന്ന സ്ഥലത്ത് നിന്ന് ഒരു ബസ് എടുത്തിട്ട് യാത്ര തുടങ്ങി. 1 മാസത്തിന് മേൽ കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വരുന്നു. ഈ സമയം മുഴുവൻ സെക്രട്ടേറിയറ്റിൽ ഒരു ഫയൽ നീങ്ങുന്നില്ല. അപ്പോൾ തന്നെ ഭരണയന്ത്രം നിശ്ചലമായി. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പരിപൂർണമായ ശ്രമം ഈ അതാതിടങ്ങളിൽ വരുന്ന നവകേരള ബസ്സിന് സ്വീകരണം കൊടുക്കാനും അവരുടെ സുഖസൗകര്യങ്ങൾ അന്വേഷിക്കാനും ഈ സദസ്സിലേക്ക് ആളെ കൂട്ടാനും അതിന് വേണ്ട പണം ഉണ്ടാക്കാനും പോയി ഇല്ലേ. നികുതി പിരിവ് അടക്കം നടക്കുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭരണയന്ത്രത്തെ പുറകോട്ട് നിശ്ചലമാക്കുകയല്ല, പുറകോട്ട് വലിക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. ഒന്നാമത്. പിന്നെ രണ്ടാമത്, ജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടായില്ല. അതാണ് ഏറ്റവും ഭയങ്കരം. ജനങ്ങൾക്ക് യാതൊരു നേട്ടം ഉണ്ടായിട്ടില്ല. ഈ മുഖ്യമന്ത്രി 20 മന്ത്രിമാരെ കൂടി കൺകുളിർക്ക് കാണാൻ അവസരം കിട്ടി. അല്ലെങ്കിൽ പൗരമുഖ്യന്മാർക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ഉപ്പുമാവും പഴവും കഴിക്കാൻ പറ്റി, അല്ലെങ്കിൽ ഇഡ്ഡലിയും ചമ്മന്തിയും കഴിക്കാൻ പറ്റി, മധുരം ഇട്ടതോ മധുരം ഇടാത്തതോ ചായയോ കാപ്പിയോ കഴിക്കാൻ പറ്റി എന്നുള്ളതിനപ്പുറത്ത് പ്രത്യേകിച്ച് ഒരു നേട്ടമില്ല. ഈ പൗരമുഖ്യന്മാർക്ക് വീട്ടിൽ ചെന്നിട്ട് പറയാം, ഭാര്യയോടും പിള്ളേരോടും പറയാം, ഞാൻ പൗരമുഖ്യനാണ്. മുഖ്യമന്ത്രിയുടെ കൂടെ ഇരുന്ന് ഉപ്പുമാവ് ക്ഷണിച്ചു, മുഖ്യമന്ത്രി ക്ഷണിച്ചു, അദ്ദേഹത്തിൻ്റെ ഉപ്പുമാവ് കഴിക്കാൻ അവസരം കിട്ടി എന്ന് പറയാം. പണ്ട് മൈക്കലാഞ്ചലോ മരിച്ച് അദ്ദേഹത്തിൻ്റെ ശവപ്പെട്ടി ചുവന്നത് അന്ന് റോമിലുണ്ടായിരുന്ന ശില്പികളും ചിത്രകാരന്മാരും ചേർന്നിട്ടായിരുന്നു.
ഓരോ ശില്പിയും മരിക്കാൻ കാലത്ത് പറയും ഞാൻ മൈക്കലാഞ്ചലോയുടെ ശവപ്പെട്ടി ചുമന്നവനാണ്. അയാളുടെ മക്കൾ മരിക്കാൻ കാലത്ത് പറയും എൻ്റെ അപ്പൻ ശവപ്പെട്ടി ചുമന്നാണ് മൈക്കലാഞ്ചലോയുടെ എന്ന് പറയുന്ന പോലെ ഇവർക്ക് വേണമെങ്കിൽ മരിക്കാൻ കാലത്ത് മക്കളോട് പറയാം മക്കളെ ഞാൻ പിണറായി വിജയൻ കാരണഭൂതൻ്റെ കൂടെ ഇരുന്ന് ഉപ്പുമാവും പഴവും കഴിച്ച ആളാണ് എന്ന് പറയാം. അല്ലേ? അല്ലെങ്കിൽ അദ്ദേഹം മധുരമിടാത്ത ചായ കുടിച്ചപ്പോൾ ഞാൻ മധുരമിട്ട ചായ കുടിച്ചു, വാശി, എനിക്ക് ക്ഷണമുണ്ടായിരുന്നു എന്ന് പറയും. അതല്ലാതെ കണ്ട് എന്ത് പ്രയോജനം ഇതിനകത്തുള്ളത്? ഒരു ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് വെക്കാം, വീട്ടിൽ വേണമെങ്കിൽ ഫ്രെയിം ചെയ്ത് വെക്കാം. അതിനപ്പുറത്ത് ഒന്നും. ഇത് തന്നെയാണ് ലോക കേരള സഭയിൽ നടക്കുന്നത്. ഈ ലോക കേരള സഭ ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും കാര്യം ഈ രാജ്യത്ത് നടപ്പായിട്ടുണ്ടോ, തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ലോക കേരള സഭ മെമ്പർ എന്നും പറഞ്ഞ് നെഞ്ചും വെച്ച് കുറേ യോഗ്യന്മാർക്ക്, കുറേ ബ്രാഞ്ചുകൾക്ക് ഇവര് വിസിറ്റിംഗ് കാർഡൊക്കെ അടിച്ച് നടക്കും. ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ചിലതുണ്ട്. ലോക കേരള സഭ മെമ്പർ. ഇവർക്ക് ഗുണമുണ്ട് കേട്ടോ. ഇവർ അവിടെ ചെല്ലുമ്പോൾ അവർ സ്പോൺസർ ചെയ്യും ഇവന്മാരുടെ ഇടപാടുകളും. അതെ, ഇവരൊക്കെ മുങ്ങുമല്ലോ. അതെ, വിദേശത്ത് ചെല്ലുമ്പോൾ ആരും അറിയാതെ ചില സ്ഥലങ്ങളിലേക്ക് ഇവരെല്ലാം മുങ്ങും. ഈ മുങ്ങാനായിട്ട് ഇവന്മാരാണ് ഉത്തരം ചെയ്തത്, വിദഗ്ധന്മാരാണ്. അല്ല, ഞാൻ പറഞ്ഞ അതിൽ അങ്ങനെയുള്ള ആൾക്കാരാണ് അദ്ദേഹത്തെ മറ്റേ ടൈം സ്കോറിൽ കൊണ്ടുപോയിട്ട് ഇരുമ്പ് കസേര. അല്ല, വല്ലാത്തൊരു ഒരു സാഹചര്യമാണ്. അല്ല, ഞാൻ പറഞ്ഞ ഇതുകൊണ്ട് എന്ത് സാമ്പത്തിക നഷ്ടമായി. 50 ലക്ഷം രൂപയും കണ്ടാന്ന് തോന്നുന്നു മിനിമം ഒരു വേദി, ഒരു സെൻറ്ററിൽ. എങ്ങനെ പറ്റുന്ന എൻ്റെ ചോദ്യം. ഇങ്ങനെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത് ഇതുവർ തിരിച്ചറിയാത്ത എന്തുകൊണ്ടാണ്? അതെ, അല്ല അത് പോട്ടെ. ഇനി ഇത് അൾട്ടിമേറ്റ്ലി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ഇമ്പ്രഷൻ എന്താണ്? അതെ, ആലോചിക്കണ്ടേ. ബാക്കിയെല്ലാം പോട്ടെ. എന്ത് ഗുണം അല്ലേ? ഇതുകൊണ്ട് ഒരു ഗുണം ഉണ്ടോ ഇല്ലെന്നുള്ളൊരു ചോദ്യം. അതുകൊണ്ട് സംസ്ഥാനത്തെ ഭരണയന്ത്രത്തിന് എന്തെങ്കിലും ഗുണമോ ദോഷമോ ഉണ്ടോ എന്നുള്ള വേറെ കാര്യം. ഇതുകൊണ്ട് പൊളിറ്റിക്കലായിട്ട് ഇവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടോ എന്നുള്ള ചോദ്യം ഒന്നുമില്ലെന്ന് തന്നെ വിലയിരുത്തല്ലേ? എൻ്റെ അഭിപ്രായം നെഗറ്റീവാണെന്നുള്ളതാണ്. നെഗറ്റീവാണ്. ഇത് അവർക്ക് തിരിച്ചറിയത്തില്ല, അവർക്ക് മനസ്സിലായി. അതാണ് അതിൻ്റെ സാഡസ്റ്റ് പാർട്ട്. അവരെന്താണ് ചെയ്യുന്നത് അവർക്കറിയില്ല. ഏതുപോലെ എന്ന് വെച്ചാൽ കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് ഇതുപോലെ സമയത്ത് ശബരിമലയുടെ വിധി വന്നില്ല. അതെ, വിധി നടപ്പാക്കണം, സർക്കാർ ബാധ്യസ്ഥമാണ്. പക്ഷേ അതിന് നടത്തിയ അമിതോത്സാഹം, ഈ ആക്ടിവിസ്റ്റുകളെ ചാറ്റിൽ കയറ്റി ശബരിമലയുടെ പുറകുവാതിലിൽ കൂടി അവിടെ കൊണ്ടുപോയി 2 സ്ത്രീകൾ അവിടെ തൊഴുത് ചെയ്യുമ്പോൾ നവോത്ഥാനം പൂർത്തിയായി എന്ന് വിചാരിച്ച പോലെ അതുണ്ടാക്കിയ ഒരു ഇലക്ട്രൽ ഒരു ബാക്ക്ലാഷ്, അത് ഭയങ്കരമായിരുന്നല്ലോ. അത് അവർക്ക് മനസ്സിലായില്ല. ബാക്കി എല്ലാവർക്കും അറിയായിരുന്നു ഇത് വലിയ തിരിച്ചടിയിലേക്കാണ് പോകുന്നത്, ഈ കോപ്രായത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയായിരുന്നു. ഇവരുടെ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് പോലും അറിയായിരുന്നു, എല്ലാവർക്കും അറിയായിരുന്നു. ഈ പുള്ളിക്ക് മാത്രം മനസ്സിലായില്ല. പുള്ളി പിടിച്ച പിടിയാലെ നവോത്ഥാനം നടപ്പാക്കികളെന്ന് പറഞ്ഞാൽ 14 ജില്ലകളിലും പോയിട്ട് പ്രസംഗിച്ചു. വലിയ കെട്ടുകാഴ്ചയായിട്ട് വനിതാ മതിൽ സംഘടിപ്പിച്ചു ജനുവരി 1-ാം തീയതി. അവസാനം ജനങ്ങൾ മറിച്ച് വീതി കഴിഞ്ഞു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ഉണ്ടാവുന്നതായിരിക്കുമല്ലേ? അത് എനിക്കറിയില്ല. പുള്ളി ആരോ കാര്യമായിട്ട് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. സ്വന്തം ബുദ്ധിയിൽ ഇത്രയധികം വിട്ടിത്തങ്ങൾ ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കോടതികളൊക്കെ നവകേരള സദസ്സിനെ എടുത്തിട്ട് അലക്കുന്നുണ്ടല്ലോ. കംപ്ലീറ്റ് സംവിധാനം ഇവർക്കെതിരല്ലേ? ഇത് പക്ഷെ മനസ്സിലാക്കുന്നില്ല അവരല്ലേ? കോടതി അടക്കം എല്ലാവരും ആന്തരികമായിട്ട് എതിരാണ്. എനിക്ക് മറിയക്കുട്ടി പെട്ടെന്ന് ചാടിക്കയറി വരുന്നു. ഹീറോകൾ, ഇൻസ്റ്റന്റ് ഹീറോ. താരത്തിന് ഈ നവകേരള സദസ്സിലെ ഒരു റിയൽ ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ എന്ന് പറയുന്നത് മറിയക്കുട്ടിയാണ്. മറിയക്കുട്ടി അല്ലേ? 86 വയസ്സ് വരെ ആരാലും അറിയപ്പെടാതെ അടിമാലി പോലത്തെ ഒരു സ്ഥലത്ത് ജീവിച്ച ഒരു സ്ത്രീ, വളരെ നിസ്വയായ ഒരു സ്ത്രീ പെട്ടെന്ന് ഒരു ദിവസം എന്നാ നാച്ചുറൽ അവരുടെ അതെ അവരുടെ വരവ്, അതെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഡയലോഗ് ഡെലിവറിയും അസാധാരണമാണ്. സത്യമായി അങ്ങനെ കുറേ പേര് ഇപ്പോൾ കയറി വരുന്നത്. ഇപ്പോൾ റോബിൻ, കാര്യം നിയമപരമായ എന്തോ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഗിരീഷ് പെട്ടെന്ന് കാര്യം അത് എനിക്ക് അത്ഭുതപ്പെടുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഇൻസ്റ്റന്റ് ഹീറോസ് ഉണ്ടാവുന്നു. ജനത്തിന്റെ ഒരു അസ്വസ്ഥതയുടെ ഭാഗമാണ്. അതെ അതെ അതെ, അത് മൊത്തത്തിൽ ഈ സർക്കാരിനോടുള്ള എതിർപ്പ്, വിപ്രതിപത്തി, അതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര വലിയ സ്വീകാര്യത കിട്ടും. ഷാജൻ സ്കറിയാക്കുള്ള സ്വീകാര്യത ഇതൊക്കെ തന്നെയാണ് അല്ലേ? ഈ ജനങ്ങളുടെ ഒരു ജയശങ്കറിനും നമ്മൾ പണ്ട് ഈ സുരേഷ് ഗോപിയുടെ സിനിമ കാണാൻ പോകുമ്പോൾ സുരേഷ് ഗോപി ഭയങ്കരമായിട്ട് ഡയലോഗ് അടിക്കുകയും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് SIയെ കരണത്തടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് ഇത് കൈയടിക്കില്ലേ? അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഓരോരുത്തർക്കും ആഗ്രഹമുണ്ട് ഇങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഇത് സിനിമയിലാണെങ്കിൽ പോലും യാഥാർത്ഥ്യമായി കാണുമ്പോൾ ജനങ്ങൾ ഇത് കൊള്ളട്ടോ എന്ന് വിചാരിക്കും. ആ ഒരു ചിന്താഗതിയാണ്. അല്ല, സാറിനത് മനസ്സിലാകാറുണ്ടല്ലോ. സാറ് പോകുന്ന വഴിക്കൊക്കെ ആളുകൾ പറയും. സാർ പിന്നെ ഈ സരസമായി പറയുന്നതുകൊണ്ട് അതൊരു രസമാണ് ആളുകൾ. ഞാനിങ്ങനെ അട്ടിച്ചേൽപ്പിക്കുന്നതുകൊണ്ടുള്ളൊരു വിരോധമാണ് എന്നോടുള്ളൂ. എനിക്കിത് വെളിയിലൊക്കെ ആരാ ശത്രു ആരാ മിത്രമെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മുടെ അടുത്ത് വരുന്നതൊക്കെ നമ്മളൊരു ഇഷ്ടമുള്ളവരാകട്ടോ നമ്മൾ കാണുന്നതൊക്കെ. ഈ ഇതിൻ്റെ അതിൻ്റെ ചിലവും ഇതിൻ്റെ അത് മാത്രമല്ല വഴിയെ പോകുന്ന ആളുകളെ തല്ലുന്നു. അതായാലും ഭയങ്കര. ഇനി കരിങ്കൊടി കാണിക്കുന്നവർ കാണിച്ചോട്ടെ. അതെ, കരിങ്കൊടി കാണിച്ചാൽ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും എഴുന്നള്ളുമ്പോൾ കുറച്ച് പേര് ഈ നിലാവ് നിൽക്കുമ്പോൾ മറ്റേ
നായ്ക്കൾ അല്ലെങ്കിൽ കുറുക്കന്മാർ ഓരിയിടുന്ന് പറഞ്ഞ് കേട്ടില്ലേ എന്ന പോലെ KSUക്കാർ യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടി കാണിക്കുന്നത് കാണിച്ചോട്ടെ അത്രേ ഉള്ളൂ. എന്ന് വിചാരിച്ചാൽ മതി. അവർ ഇങ്ങോട്ട് മേറെ ഉപദ്രവിക്കുക കല്ലുവലിച്ചെറിയാത്തടത്തുള്ള കാലം. ഇനി അവരെ പോലീസുകാർ തല്ലുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതെ, പോലീസുകാർ തല്ലിയതിൻ്റെ പുറത്ത് DYFIക്കാർ ചടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും മർദ്ദിക്കാന്ന് പറഞ്ഞാൽ അതൊരു രക്ഷാപ്രവർത്തനം. രക്ഷാപ്രവർത്തനം അതെ എന്ന് മർദ്ദിക്കുന്നത് തെറ്റ്. അതും കഴിഞ്ഞിട്ട് അതിന് രക്ഷാപ്രവർത്തനം എന്ന് വിശദീകരിക്കുമ്പോൾ ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്, ആരോടാണ് പറയുന്നത്? ഈ പ്രബുദ്ധമായ കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ്. എനിക്കത് അങ്ങേർക്ക് സ്വബുദ്ധിയൊന്നും കാണത്തില്ല. ആരെങ്കിലും പറയുന്ന പോലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം ഇങ്ങനെ വരുമ്പം തന്നെ അങ്ങ് ചെയ്യുവാണല്ലോ ഓരോ പ്രവർത്തികൾ. അങ്ങ് നാച്ചുറലി വരും. സാധാരണഗതിക്ക് പ്രതികരിക്കണമെങ്കിൽ ഉപദേശികൾ ഇതിന് പറഞ്ഞു കൊടുക്കുമായിരിക്കും. ഇതിപ്പോൾ സംഭവിക്കുന്ന അപ്പം തന്നെ പ്രതികരിക്കുവാണല്ലോ. അറിയില്ല എന്താ പുള്ളിയുടെ ഉദ്ദേശം എന്ന് മനസ്സിലാവില്ല. ഇനി ഇതോടുകൂടി ഈ സംവിധാനം ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പരിപൂർണമായി ഇല്ലായ്മ ചെയ്തിട്ട് പുള്ളി നാട്ടിൽ നിന്ന് പോകുള്ളൂ. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും, വല്ല നേർച്ച ഉണ്ടാവും. ഗോർബച്ചോവ് ചെയ്തു. അത് ഗോർബച്ചേവ് ചെയ്ത പോലെ. അല്ല, ഇദ്ദേഹത്തിന് നല്ല ബന്ധമാണ്. ബുദ്ധദേവ് ഭട്ടാചാര്യ അങ്ങനെയാണല്ലോ ചെയ്തത്. അദ്ദേഹത്തോടു കൂടി അതെ ഇനി വേണ്ട എന്ന് ഇനി അതോടി കഴിഞ്ഞു. അങ്ങനെ ഒരു പദ്ധതി ആവാം, ആയിരിക്കാം. ഞാൻ എപ്പോഴും ചോദിക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോഴും ഇദ്ദേഹം ഒരു വളരെ കൃത്യമായ ഒരു വർഗീയ പ്രീണന രാഷ്ട്രീയം പുലർത്തുന്ന ആളാണ്. ഇത് എന്തെല്ലാം വൃത്തികേട് കാട്ടിയാലും ഇത് വീണ്ടും തിരിച്ചു വരുന്നതിനുള്ള കാരണമാവത്തില്ല എന്നെ ചോദ്യം. അല്ല, അത് ഈ പ്രീണന രാഷ്ട്രീയം ശരിക്കും UDFൻ്റെ ഒരു തട്ടകമാണ്. ആയിരുന്നു. അവരാണ് അതിൻ്റെ ആളുകൾ. കാരണം അത് അവർ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു വലിയ പരിധി വരെ ഈ വിവിധ സാമുദായിക സംഘടനകളെയും മതമേലധ്യക്ഷന്മാരെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് UDF ആദ്യം മുതലേ നിലനിൽക്കുന്നത്. ഇപ്പോൾ കരുണാകരനും കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയും കൂടി 79-ലാണ് UDF ഉണ്ടാകുന്നത്. 78-79 കാലത്താണ്. പിന്നെയാണ് മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് ഒക്കെ വന്നത്. അന്ന് NDP കിടങ്ങൂരിൻ്റെ NDP കിടങ്ങൂരും കരുണാകരനും കൂടിയാണ്. കാരണം കരുണാകരനെയും ഇന്ദിരാ കോൺഗ്രസിനെയും അസ്പൃശ്യത കൽപ്പിച്ച് മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു. അപ്പോഴാണ് പുള്ളിക്ക് ആകെ ഒരു കൂട്ട് കിട്ടിയത് കിടങ്ങൂരിനെയാണ്. അപ്പോൾ ആ സമയം തൊട്ട് ഇത് ഒരു സാമുദായിക സംഘടനകളുടെ ഒരു സ്വാധീനത്തിൽ ഒരു കൂട്ട് സംവിധാനമാണ്. മുസ്ലിം ലീഗുണ്ട്, കേരള കോൺഗ്രസിലെ 1-2 ഗ്രൂപ്പുകളുണ്ട്. അത് കൂടാതെ NDP ഉണ്ട്, SRP ഉണ്ട്. പിന്നെ ഇപ്പോൾ ആളുകൾക്ക് ഓർമ്മയില്ലാത്ത ചില ചെറിയ സ്പ്ലിൻഡർ ഗ്രൂപ്പുകളുണ്ട്. ഉദാഹരണത്തിന് യാക്കോബായ സഭയുടെ JSP എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. പിന്നെ ലത്തി കത്തോലിക്കരുടെ ഇന്ത്യൻ ലേബർ പാർട്ടി ILP, പിന്നെ നമ്മുടെ ദിനകരൻ്റെ DLP, അത് ധീവര സമുദായക്കാർ. ഇങ്ങനെ കുറേ ജാതി സംഘടനകൾ, ജാതി പാർട്ടികൾ, അവർക്കൊക്കെ സീറ്റൊക്കെ ഉണ്ട്. അവർക്കൊക്കെ സീറ്റൊക്കെ കൊടുക്കും. കരുണാകരന് പിന്നെ എന്ത് ചെയ്യാൻ പാടുള്ളത്? കരുണാകരൻ്റെ മന്ത്രിസഭ എന്ന് വെച്ചാൽ ഈ വേലായുധൻ്റെ സർപ്പയജ്ഞം പോലെയാണെന്ന് പറയാം അല്ലേ. മൂർഖനുണ്ട്, അണലിയുണ്ട്, വെള്ളിക്കെട്ടനുണ്ട്, ശംഖുവരയനുണ്ട്, നീർക്കോലിയുണ്ട്, ചേരയുണ്ട്, എല്ലാം ഉണ്ട്. പുള്ളിക്ക് അത്ര മെയ്വഴക്കൊണ്ട് പുള്ളി ഒരു വേലായുധനായിരുന്നതുകൊണ്ട് ഇതിനൊക്കെ കൂട്ടി ഉപയോഗിച്ച് കൂടാനും സാധിച്ചു. ആർക്കും വലിയ പ്രീണനം ഫീൽ ചെയ്യാത്ത രീതിയിൽ പുള്ളി കാര്യങ്ങൾ കൂട്ടുകയാണ്. പിന്നീട് വന്ന ആളുകൾക്ക് അത്രയും മെയ്വഴക്കം ഇല്ലാത്തതുകൊണ്ട് ഈ പ്രീണനം വളരെ പ്രകടമായി. മനസ്സിലായി. അപ്പോൾ ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഈ LDF 2016 ജയിച്ചതിൻ്റെ തന്നെ ഒരു കാരണം ഈ അതിന് മുമ്പത്തെ 5 കൊല്ലം ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുന്ന സമയത്ത് ഈ കേരള കോൺഗ്രസ്സുകാരും അതിനേക്കാൾ കൂടുതലായിട്ട് ലീഗുകാരും നടത്തിയ വിലപേശൽ, 5-ാം മന്ത്രി പോലെയുള്ള സംഭവങ്ങളാണ്. അതിനെ തുടർന്നുണ്ടായ സാമുദായിക ധ്രുവീകരണം. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും കൂടി ചേർന്ന് ഇവിടെ ഹിന്ദുക്കൾക്ക് രക്ഷയില്ല, ഭൂരിപക്ഷ സമുദായക്കാർ നാട് വിട്ടു കൊണ്ടുവരും എന്ന രീതിയിലുള്ള ഒരു പ്രചരണം. നമ്പൂരി മുതൽ നായാടി വരെയുള്ളവരുടെ ഒരു കൂട്ടുകെട്ട് അനിവാര്യമാണ്. അത് വലിയ തോതിൽ ഹിന്ദു വോട്ടുകളുടെ ധ്രുവീകരണം ഉണ്ടാക്കി. അതിൽ ഗണ്യമായ വോട്ട് പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൽ നിന്ന് വരെ, ഈഴവരാണ് പൊതുവേ ഇതിന് വശംബദരാകത്ത്, വോട്ടുകൾ BJPക്ക് BDJSന് കിട്ടി. അത്രയും വോട്ട് കോൺഗ്രസിൽ നിന്ന് കുറഞ്ഞു. അങ്ങനെയാണ് UDF തോറ്റത്. ഭരണത്തിൻ്റെ തകരാറ് കൊണ്ടോ അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങൾ കൊണ്ടോ മാത്രമല്ല. മനസ്സിലായി. അങ്ങനെ UDFന് വലിയ തിരിച്ചടി ഉണ്ടായി. LDF അവരുടെ വോട്ട് മെയിൻറ്റെയിൻ ചെയ്തു. ഇവിടുന്ന് പോയ വോട്ട് BJPയിൽ കൂടി. അപ്പോൾ BJPക്ക് അവർക്ക് കിട്ടുന്ന വോട്ട് അതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ കിട്ടി. BJP BDJS. LDF അവരുടെ ഉണ്ടായിരുന്ന വോട്ട് റീറ്റെയിൻ ചെയ്തു, അവർ ജയിച്ചു. ഇതാണ് സത്യത്തിലുണ്ടായത്. പക്ഷേ അതിന് ശേഷം ഇതിൻ്റെ സമവാക്യങ്ങൾ വലിയ മാറ്റം. ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ടുകളുണ്ടായ വലിയ മാറ്റം. ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ തമ്മിൽ അകലം വല്ലാതെ അകന്നു. അത് 2019 പാർലമെൻറ്റ് ഇലക്ഷന് ശേഷമാണ് പ്രകടമായത്. പ്രത്യേകിച്ച് കൊളംബോയിലെ സ്ഫോടനം, അതിന് ശേഷം ഉണ്ടായ സംഭവങ്ങൾ, ആ ജസനയുടെ തിരോധാനം, പിന്നെ 80-20 അനുപാതത്തിലുള്ള വോട്ടുകൾ, സ്കോളർഷിപ്പ് വിതരണം, അങ്ങനെ പിന്നെ ഈ സവർണ സംവരണത്തെ മുസ്ലിം ലീഗ് എതിർത്തത്, അങ്ങനെയൊക്കെ ഒരുപാട് വിഷയം, ഹഗിയ സോഫിയ അടക്കമുള്ള കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ ക്രിസ്ത്യൻ സമുദായം ഇതിൽ നിന്ന് UDFൽ നിന്നകന്നു. ആ സമയത്തിനാണ് ജോസ് കെ മാണി വിട്ടുപോയത്. ജോസ് കെ മാണിയുടെ പോക്ക് ഒരു ഘടകമാണ്. ജോസ് കെ മാണി പോയതുകൊണ്ടല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പോയത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പോകുന്ന സമയത്ത് ജോസ് കെ മാണി കൂടി പോയി എന്നുള്ള. അപ്പോൾ ആ ഒരു മാറ്റം UDFൻ്റെ സാമുദായിക അടിത്തറയെ ഭയങ്കരമായിട്ട് ബാധിച്ചു. UDF ദുർബലമായി.
നായർ സമുദായം നേരത്തെ തന്നെ BJP-യിലേക്ക് മാറി. അതെ. അനുകൂലമായി. അതിൻ്റെ പുറത്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു ചെറുതല്ലാത്തൊരു ഭാഗം LDF-ൻ്റെ ഭാഗത്തേക്ക്. അതെ. അപ്പോൾ തിരുവിതാംകൂർ ഭാഗത്ത് തീർച്ചയായിട്ടും UDF ദുർബലം. മറ്റേ വടക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗാണ് ഇതിൻ്റെ ഒരു മെയിൻ സ്റ്റേ UDF. ആ വോട്ടിൽ തന്നെ ചോർച്ചയുണ്ടായി. മുസ്ലിം കമ്മ്യൂണിറ്റി ഇപ്പോൾ പഴയ പോലെ N ബ്ലോക്കായിട്ട് UDF-ന് വോട്ട് ചെയ്യുന്നില്ല. ഇല്ല, മാറി. അതിലൊരു ചെറുതല്ലാത്ത ഒരു ശതമാനം LDF-ൻ്റെ ഭാഗത്തേക്ക്. പ്രത്യേകിച്ച് ലീഗുകാർ പലരും CPM ലീഗുകാർ പലരും CPM-കാരെ അത് അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ടതില്ല. പക്ഷേ മലപ്പുറം ജില്ലയ്ക്ക് പുറത്ത് ഇതിൻ്റെ ഒരു ക്ലൗട്ട് പോയി. ഓക്കെ. മലപ്പുറം ജില്ലയെ ബാധിച്ചിട്ടില്ല ലീഗിന്. പക്ഷേ മറ്റ് ജില്ലകളിൽ ലീഗല്ലാത്ത മുസ്ലിങ്ങളുണ്ട്. അവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്വാധീന വലയത്തിലേക്ക് പോകും. ഇതാണ് അതിൻ്റെ അടിസ്ഥാന പ്രശ്നം. അപ്പോൾ പിന്നെ അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചില പൊടിക്കൈകൾ, ചില നമ്പറുകളൊക്കെ ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. അത് പ്രീണന രാഷ്ട്രീയമായിട്ട് ഷാജിന് തോന്നുന്നു. സത്യത്തിൽ അത് അത്ര UDF-കാർ ചെയ്തപോലത്തെ പ്രീണനമൊന്നും ഇപ്പോഴും പുള്ളി ചെയ്യുന്നില്ല. പക്ഷേ ഈ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുമ്പോൾ ഉടനെ തന്നെ 10 ലക്ഷം കൊടുക്കും. പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല 10 ലക്ഷം വീട്ടിൽ കൊണ്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ചില പൊടിക്കൈകളാണ് പുള്ളി ചെയ്തത്. അല്ല, പക്ഷേ ഈ SDPI പോലുള്ള പ്രസ്ഥാനങ്ങൾ അതിലേക്ക് ചേർന്ന് നിൽക്കുമല്ലേ? അത് ഏത് കാലത്തും ഈ തീവ്രവാദ സംഘടനകളെ വളർത്തുന്നതിന് തന്നെ CPM-ൻ്റെ ഒരു ദുർബുദ്ധിയുണ്ട്. തീവ്രവാദ സ്വഭാവമുള്ള അല്ലെങ്കിൽ മുസ്ലിം ജനസാമാന്യത്തിന് പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റാത്ത മിതവാദ സമീപനം പുലർത്തുന്ന ആളുകളിൽ നിന്ന് ഇവരെ അടർത്തി മാറ്റാനുള്ള ശ്രമമുണ്ട്. ഇപ്പോൾ PDP ഉണ്ടായ സമയത്ത് അതെ, PDP-ക്ക് പ്രത്യക്ഷമായിട്ട് CPM പിന്തുണ കൊടുത്തില്ല. പക്ഷേ പരോക്ഷമായിട്ട് PDP-കാർ പറഞ്ഞത് ശരിയാണ്, അബ്ദുൽ നാസർ മദനി ഒരു പുണ്യവാനാണെന്നുള്ള രീതിയിലൊരു പ്രചരണം ഒരു വാതി കൂടെ അഴിച്ചു. INL ഉണ്ടാക്കിയത് CPM-കാരാണ്. അതെ അതെ. ഇബ്രാഹിം സുലൈമാൻ സേട്ടുവിനെ വേഷം കെട്ടിച്ച് അതെ മുസ്ലിം ലീഗിൽ നിന്ന് വിഘടിപ്പിച്ച് INL ഉണ്ടാക്കിയത് CPM-ആണ്. അന്നോട്ട് ഇതിൻ്റെ ഒരു പുറമ്പോക്കിൽ കിടന്ന പാർട്ടിയാണ് INL. അതുപോലെ ഈ പോപ്പുലർ ഫണ്ടുകാരുമായിട്ട് ഏറ്റവും അധികം ഏറ്റുമുട്ടിയിട്ടുള്ള CPM-കാരാണ്. CPM-കാരെ ഒരുപാട് പേരെ അവർ വെട്ടിക്കൊന്നിട്ടുണ്ട്. നാദാപുരത്തെ ബിനു അടക്കം. അതെ. ഈ കൈപോയ ജോസഫ് മാഷ്, നമ്മുടെ പിള്ളേർ CPM-കാരനാണ്. അഭിമന്യു, ജോസഫ് മാഷ്, അഭിമന്യു, ഇവരൊക്കെ ഈ അക്രമത്തിൽ പരിക്ക് പറ്റിയവരും ജീവൻ നഷ്ടപ്പെട്ടവരും. പക്ഷേ അതിനെപ്പോലും ഇതിൻ്റെ ഒരു B ടീമായിട്ട് ഉപയോഗിക്കാൻ അവർക്ക് പറ്റി. ഈ പോപ്പുലർ ഫണ്ട് നിരോധിച്ചപ്പോൾ അതിൻ്റെ പ്രവർത്തകരിൽ 99% CPM-കാരായിട്ട് മാറി. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു ആശങ്ക അതാണ്. അതായത് ഈ SDPI പോപ്പുലർ ഫണ്ട് അടക്കമുള്ള ഈ സുഡാപ്പികളെന്ന് വിളിക്കുന്ന ടീംസ് ഇവർ CPM-ന് ഒപ്പം നിന്ന്. അപ്പോൾ എന്നെ വിമർശിക്കുന്നവരുടെ എടുത്ത് നോക്കുക. അതെ, എന്നെ വിമർശിക്കുന്ന 99% പേര് മുസ്ലിം നാമധാരികളാണ്. അപ്പോൾ അതെന്നെ മുസ്ലിം വിരോധിയാണെന്ന് വരുത്താൻ അൻവറിനെ പോലെ ശ്രമിക്കുന്നത്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ എന്നെ വിമർശിക്കുന്ന ഈ സുഡാപ്പി ലൈനിൽപ്പെട്ടവരാണ്. ഇത് മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണ പിണറായിക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ആ പിന്തുണ വീണ്ടും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യത്തില്ലെന്നുള്ള എൻ്റെ ആശങ്ക. അല്ല, അത് ഒരു പരിധിവരെ ശരിയാണ്. ഇപ്പോൾ ഷാജൻ സ്കറിയ തന്നെ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. ഷാജൻ സ്കറിയ ഒരു വലിയ മുസ്ലിം വിരുദ്ധനാണ്, മുസ്ലിങ്ങൾക്ക് ഭയങ്കര ദ്രോഹം ചെയ്യുന്ന ആളാണ് എന്നാണ് കരുതുന്നത്. അല്ല എന്ന ഒരു പൊതുധാരണ സൃഷ്ടിച്ചെടുക്കാൻ ഈ പോപ്പുലർ ഫണ്ടുകാർക്കും ജമാഅത്ത് ഇസ്ലാമിക്കാർക്കും മാർക്സിസ്റ്റുകാർക്കും സാധിച്ചു. അതെ, ആരുടെ ബുദ്ധി ആര് സ്വീകരിച്ചു എന്ന് എനിക്കറിയില്ല. മാർക്സിസ്റ്റുകാർക്ക് സ്വാഭാവികമായിട്ട് പിണറായി വിജയനെ വിമർശിക്കുന്നവരൊക്കെ അവരുടെ വിരോധികളാണ്. ഞാനും ആ വിരോധപ്പെട്ട ആൾ. പക്ഷേ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർക്കും പോപ്പുലർ ഫണ്ടുകാർക്കും നിങ്ങൾ തീവ്രവാദത്തെ മൗലികവാദത്തെ എതിർക്കുന്നുണ്ടും ശത്രുക്കളാണ്. പക്ഷേ ഈ 3 കൂട്ടർ കൂടി യോജിച്ചു. അതെ, എന്തിനു വേണ്ടിയിട്ട്? മുസ്ലിം വിരുദ്ധനാണ്. അതെ അതെ. സുഡാപ്പി വിരുദ്ധനോ മൗദൂദി വിരുദ്ധനോ മാർക്സിസ്റ്റ് വിരുദ്ധനോ അല്ല, മറിച്ച് മുസ്ലിം വിരുദ്ധനാണ് എന്ന ഇംപ്രഷൻ ഉണ്ടാക്കിയിരിക്കുന്നതിൽ വിജയിച്ചു. അത് അവർ ഏതാണ്ട് 99% വിജയിച്ചു. അത് കോൺഗ്രസ് പോലും ചിലർക്ക് ഞാൻ പറയാം, ഞാൻ അതിലേക്ക് വരുന്നത്. കോൺഗ്രസ്സുകാരായ മുസ്ലിങ്ങൾ പോലും, കോൺഗ്രസ്സുകാരായ മറ്റാളുകളല്ല, മുസ്ലിങ്ങൾ പോലും കരുതുന്നത് ഷാജൻ സ്കറിയ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര മുസ്ലിം വിരുദ്ധനാണ്. മുസ്ലിം സമുദായത്തോട് അന്ധമായ വിരോധമുള്ള ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്നൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഡച്ച് പ്രൈം മിനിസ്റ്ററായിട്ട് ഇപ്പോൾ വരാൻ പോകുന്നത് ഗീറ്റ് ബിൽഡേഴ്സ് എന്ന്, അല്ലെങ്കിൽ മറ്റേ ജോർജിയ മെലോഡി, ഫ്രാൻസിലെ ആ ഗ്രൂപ്പിൽ ഷാജൻ സ്കറിയ എത്തിച്ചു. നിങ്ങൾ തേച്ചാലും കുളിച്ചാലും പോകാൻ പോകുന്നില്ല. ഞാൻ ഇനി വേറെന്ന് പറയാം. ഇപ്പോൾ ഷാജൻ ഒളിവിലിരുന്ന സമയത്തും നിങ്ങൾക്ക് ജാമ്യം കിട്ടിയ സമയത്തൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് പല ആൾക്കാരും എന്നെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്തിനാ വൃത്തികെട്ടവനെ സപ്പോർട്ട് ചെയ്യുന്നത്? എൻ്റെ വീഡിയോ കാണുന്ന ധാരാളം മുസ്ലിങ്ങളുണ്ട്, എന്നോട് സ്നേഹമുള്ളവരുണ്ട്. പക്ഷേ എന്നോട് സ്നേഹമുള്ള ആളുകൾ പോലും, എന്നോട് സ്നേഹമുള്ളൊരു കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരുമായിട്ടുള്ള ഒരുപാട് പേര് ആളുകളുണ്ട്. മറ്റവർക്ക് എന്നെ ഇഷ്ടമല്ല, പക്ഷേ അവരത് പരസ്യമായിട്ട് അത്ര അങ്ങോട്ട് പ്രകടിപ്പിക്കില്ല. പക്ഷേ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, എന്നോട് സ്നേഹമുള്ള ആൾക്കാർ തന്നെ ചോദിച്ചത്, നിങ്ങളെന്തിനും ഈ വൃത്തികെട്ടവരെ സപ്പോർട്ട് ചെയ്യുന്നത്?
ആ ഷാജൻ സ്കറിയ എന്ന് പറഞ്ഞ സംഖ്യയെ എന്തിനു സപ്പോർട്ട് ചെയ്യും? എങ്ങനെ ചോദിച്ചവരുണ്ട്. അതെ അതെ ഞാൻ പറഞ്ഞു വല്ലാത്തൊരവസ്ഥ അത്. അതെ അതെ അത് ഇവർ മനഃപൂർവ്വം ഒരു എക്കോസിസ്റ്റം സൃഷ്ടിച്ചെടുത്തതാണ്. അതെ അതെ ഇവർക്ക് ഞാൻ ഇവരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞൊരു മുസ്ലിം വിരുദ്ധ വീഡിയോ കാണിക്കേ, ആർക്കും ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. അവരുടെ ഇല്ല, ഇല്ല. അങ്ങ് കരുതുകയാണ്. അവർ ഒരു പൊതുധാരണ സൃഷ്ടിച്ചു. ഞാൻ അതൊന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പറയുന്നത് സാർ നടക്കത്തില്ലെന്നാണോ പറയുന്നത്? അത് ബുദ്ധിമുട്ടാണ്, ആണോ? വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവർ പലർക്കും നമ്മളെ മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കും ഇത്. അതെ, അവരത് സൂക്ഷ്മാംശത്തിൽ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഈ പ്രചരണം ഭയങ്കരമാണ്. ഭയങ്കരം. ഇത് ആദ്യം മുതലേ ഉണ്ട് അതിശക്തമായി. സത്യത്തിൽ ഇവിടെ മറ്റു പല ഓൺലൈൻ ചാനലുകളും മുഖ്യധാര ചാനലുകളൊക്കെ മുസ്ലിം വിരുദ്ധമായി വർഗീയത പറയുന്നവരുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. അവർക്കാർക്കും ഒരു കുഴപ്പമില്ല. അവർക്ക് വലിയ കുഴപ്പമില്ല. അല്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം BJP-യുടെ ഒക്കെ പല നേതാക്കന്മാർ ഇവരൊക്കെ പല പരിപാടിയും വിളിക്കാറുണ്ട്. ശ്രീധരൻപിള്ള അവിടുത്തെ പ്രധാന ആളല്ലേ. സുരേന്ദ്രൻ പോലും പലരുടെയും കല്യാണങ്ങൾക്ക് പരിപാടി പോലും. എന്നെ ഇവർക്കൊക്കെ കലിപ്പാണ്. ഞാനാണ് ഒരു വരി പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതാണ് രസം. എനിവേ അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഒരു പ്രചരണം അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ പെട്ടുപോയി. കാരണം എന്നെ സപ്പോർട്ട് ചെയ്ത രമ്യ ഹരിദാസ്, രമ്യ ഹരിദാസും BRM ഷഫീർ, പിന്നെ ഈവൻ സുധാകരൻ എന്നെ വിളിച്ചൊരു ചിരിയായിരുന്നു. തിരിച്ചു വന്ന് ഞാൻ വിളിച്ചപ്പോൾ ഒരു ഒറ്റ ചിരിയായിരുന്നു. കാണുമ്പോൾ പറയാവിടാവേ സംഭവിച്ചെന്താന്ന് പറയാമെന്ന് പറഞ്ഞു. ഇവരെല്ലാം സതീശൻ തിരുത്തി പറഞ്ഞു കൊടുക്കില്ല. ഇവരുടെ സമ്മർദ്ദം കാരണം സതീശൻ എന്നെ പിന്തുണച്ച സതീശൻ എന്തോ ഒരു നുണ പറഞ്ഞിട്ട്, അതായത് അയാൾ എന്നെ ഇതിന് വിളിച്ചായിരുന്നു, നമ്മുടെ ഇഫ്താറിന്. ഞാൻ വളരെ ഇതായിട്ട് പണ്ടെങ്ങാണ്ട് ഏതോ ഇഫ്താറിനെ കുറിച്ച് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് പുള്ളി ഇപ്പോൾ പറയണേ, ഞാൻ ഇഫ്താറിനെ വിളിച്ചിട്ട് എൻ്റെ ഇഫ്താറിനെതിരെ അയാൾ വാർത്ത ചെയ്യുന്നൊക്കെ എന്നെ കുറിച്ച് ചുമ്മാ അങ്ങ് പറഞ്ഞ ആരോ പറഞ്ഞനുസരിച്ച് വല്ലാത്തൊരവസ്ഥ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത് ഇപ്പം അതുപോലെ റിയാസിനെ മുമ്പിൽ നിർത്തുന്നുണ്ടല്ലോ, ഈ റിയാസിനെ മുമ്പിൽ നിർത്തുമൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സ്വാധീനിക്കുകയും വീണ്ടും ഈ ദുരന്തം വരികയും ചെയ്യുമെന്ന് എൻ്റെ പേടി. അല്ല, റിയാസിനെ മുൻനിർത്തി ഇതിൽ രണ്ട് സാധ്യതകളാണുള്ളത്. നമ്മളീ പറഞ്ഞ് UDF ദുർബലമാകുന്നു എന്നുള്ളൊരു സത്യമാണ്. അതിപ്പോൾ കേരള കോൺഗ്രസ് മാണി പോയതുകൊണ്ട് മാത്രമല്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആ ഒരു പിന്തുണ നഷ്ടപ്പെട്ടു. പഴയ പോലെ ഇല്ല. അതെ, ഇല്ല, പഴയ പോലെ ഇല്ല. തീരെ ഇല്ലെന്നല്ല, പഴയ പോലെ ഇല്ല. മുസ്ലിം കമ്മ്യൂണിറ്റിയിലും UDFൻ്റെ ഒരു ഓവർ റീച്ച് കുറഞ്ഞു. യാഥാർത്ഥ്യമാണ്. നായർ കമ്മ്യൂണിറ്റിയിൽ പോയി അത് മറ്റേ വശത്തേക്കാണ് പോയെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ ഒരു അപകടത്തിലേക്കാണ് പോകുന്നത്. കോൺഗ്രസ്സിലാണെങ്കിൽ യാതൊരു കെട്ടുറപ്പുമില്ല. നേതാക്കന്മാർ തമ്മിലുള്ള സ്പർദ്ധ, വ്യക്തിവൈരാഗ്യം, കാലിൽ പിടിച്ച് വലിക്കൽ, ഇതൊക്കെ നടന്നു. അപ്പോൾ ഈ സംവിധാനം ദുർബലമായി. മറുഭാഗത്ത് പിന്നെ മാത്രമല്ല, മുസ്ലിം ലീഗ് വിട്ടുപോയേക്കാം. സാധ്യത ഉണ്ടോ? സാധ്യതയില്ല. മുസ്ലിം ലീഗ് വിട്ടുപോയേക്കാം എന്നൊരു തോന്നൽ കോൺഗ്രസ് നേതാക്കന്മാർക്കും ഉണ്ട്, ലീഗിൽ തന്നെ പല നേതാക്കന്മാർക്കും ഉണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് മുഹബത്തിൽ നിൽക്കുന്ന നേതാക്കന്മാരുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയെ എതിർക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ലീഗ് വിട്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പാണക്കാട് കുടുംബത്തിന് താല്പര്യമില്ലെന്ന് തോന്നുന്നു. താല്പര്യമില്ല. മാത്രമല്ല വേറെ വിരുദ്ധ ശക്തികൾ അതിനകത്ത് തന്നെ ശക്തമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അതല്ല പ്രശ്നം, ലീഗ് പോലല്ല. പക്ഷേ ലീഗ് UDFൽ നിൽക്കുമ്പോൾ തന്നെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ഇപ്പുറത്ത് കൊണ്ടുവരാനാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിയെ കൊണ്ടുവരാനാണ് CPM കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് ശ്രമിക്കും. അത് അബ്ദുൽ നാസർ മാദിൻ്റെ സമയത്തൊട്ട് സുലൈമാൻ സേട്ടുവിൻ്റെ കാലത്തുണ്ട്. അന്നൊന്നും വിജയിച്ചില്ല. പക്ഷേ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രശ്നമൊക്കെ വന്നതിന് ശേഷം അത് ഒരു പരിധിവരെ വിജയിച്ചു. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോഴോ അതിൻ്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തപ്പോഴോ ഒന്നും ഇവിടുത്തെ CPMകാർ ആരും ഒന്നും പറഞ്ഞില്ല. പരസ്യമായിട്ട് യാതൊരു പ്രതികരണവും നടത്താതിരിക്കാൻ അവർ വളരെ ശ്രദ്ധിച്ചു. മാത്രമല്ല, പരമാവധി അവർക്ക് സഹായകരമായൊരു നിലപാടാണ് പോലീസും ഭരണ സംവിധാനം കൈക്കൊണ്ടത്. അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് പേര് CPMനോട് അനുഭവം പ്രകടിപ്പിച്ചു. മാത്രമല്ല, ഇവർക്ക് ഭരണത്തിൻ്റെ ഒരു കവറുണ്ടല്ലോ പോലീസ്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ട്. പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ കുറേ നേതാക്കന്മാരെ ഇവർ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പല ആൾക്കാരും, ഇപ്പോൾ റഹീമുണ്ട്, അല്ലെങ്കിൽ ഷംസീറുണ്ട്, കൊല്ലത്തെ നൗഷാദുണ്ട്, ഇവൻ്റെ വസീഫ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, ഒരുപാട് പേര്. അതെ, അങ്ങനെ കുറേ പേര്, ഇങ്ങനെ കുറേ അവതാരങ്ങൾ ഇതിനകത്ത് ഉയർന്നു വരുന്നുണ്ട്. അതിലാകെ ഒതുങ്ങിപ്പോയതപ്പോൾ അബ്ദുള്ളക്കുട്ടി മാത്രമാണ്. അപ്പോൾ ഇവരൊന്നും ഒരു ജെനുവിൻ ലീഡേഴ്സായിട്ടൊന്നും പറഞ്ഞതല്ല. പക്ഷേ ഇങ്ങനെ അതിൻ്റെ ഒരു പ്രധാന ആളായിട്ട് റിയാസിനെ കൊണ്ടുവരും. അതെ, പിണറായി വിജയൻ കേട്ടോ റിയാസ് ആയിരിക്കും കേരള മുഖ്യമന്ത്രി എന്നുള്ള ഒരു മർമറിങ് ക്യാമ്പയിൻ ഇവർ അഴിച്ചുവിട്ടിട്ടുണ്ട്. അത് മതി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് നല്ല രീതിയിൽ വോട്ട് സമാഹരിക്കാനായിട്ട്. ഇനി മുസ്ലിം ലീഗ് പറഞ്ഞതില്ല. മനസ്സിലായി. ഈ അതിനുള്ള സാധ്യത ഉണ്ടോ ഈ റിയാസ്? അതിന് നല്ല സാധ്യത ആണോ? തീർച്ചയായിട്ടും, ഞാനങ്ങനെ വിചാരിക്കും. ഞാനാണത് ഏറ്റവും ആദ്യം പറഞ്ഞത്. എൻ്റെ ചോദ്യം, എങ്ങനെയായിരിക്കും റിയാസിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കാൻ പോകുന്നത്? അതിൻ്റെ വഴി ഏതാണ്? അതിൻ്റെ വഴി വളരെ വ്യക്തമാണ്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മുതിർന്ന നേതാക്കൾക്ക് സീറ്റ് നിഷേധിക്കും. 2 തവണയിൽ കൂടുതൽ ജയിച്ചവർക്ക് സീറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ തന്നെ 5 മന്ത്രിമാർ ഔട്ടാവും. EP ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, AK ബാലൻ കേന്ദ്ര കമ്മിറ്റിയാണ്, തോമസ് ഐസക് കേന്ദ്ര കമ്മിറ്റിയാണ്, G സുധാകരൻ
മറ്റേ പ്രൊഫസർ രവീന്ദ്രനാഥ് ഒഴിച്ച് ബാക്കി എല്ലാവരും മുതിർന്ന നേതാക്കളാണ്. അതെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചവരാണ് ഈ ജയരാജൻ ഒഴിച്ച് ബാക്കി 4 മന്ത്രി. അതെ 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 4 പേരെ ഒറ്റയടിക്ക് സുധാകരനൊക്കെ സൂപ്പറായിരുന്നു. സൂപ്പറായിരുന്നു. ഐസക്ക് നല്ല മന്ത്രിയാണ്. അപ്പോൾ ഇത്രയും പേരെ ഒറ്റയടിക്ക് ഒഴിവാക്കുന്നു എന്ന് മാത്രമല്ല, ഇനി രണ്ടാം നിരയിൽ നിന്ന് മന്ത്രിയാകാൻ സാധ്യതയുള്ള ആളുകൾ ഉണ്ടായിരുന്ന ആളുകൾ വീണ്ടും ഒരു തുടർ ഭരണം ഉണ്ടായാൽ രാജു അബ്രഹാം, പ്രദീപ് അല്ല തെക്കുന്ന് വടക്കോട്ട് വരുമ്പോൾ നമ്മുടെ രാജു അബ്രഹാം, സുരേഷ് കുറുപ്പ്, ശർമ്മ, അതെ പിന്നെ അബ്ദുൽ ഖാദർ ഗുരുവായൂർ, പിന്നെ ഇദ്ദേഹം പ്രദീപ് കുമാർ, ഇത്തരം പേരെ ഒറ്റയടിക്ക് വെട്ടുന്നു. ഇവർ രണ്ടാം നിരയിൽ മന്ത്രിയാകാൻ റെഡിയാക്കുന്ന ആൾക്കാരാണ്. അതെ ആവേണ്ടവരാണ്, തീർച്ചയായിട്ടും പരിഗണിക്കപ്പെട്ടു. പക്ഷേ അത്രയും പേര് ഒറ്റയടിക്ക് പോകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരുകൾ, ഒന്ന് പ്രദീപ് കുമാറിൻ്റെയാണ്, കോഴിക്കോട് ജില്ല. രണ്ടാമത്തേത് അബ്ദുൽ ഖാദറിൻ്റെയാണ്, 3 തവണ ഗുരുവായൂരിൽ നിന്ന് ജയിച്ച ആളാണ്, മുസ്ലിം പ്രാതിനിധ്യം. ഇത്രയും പേർ ഒരടിക്ക് പോയല്ലോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മന്ത്രിമാരെ എല്ലാവരും പെട്ടു. അപ്പോൾ ആരൊക്കെ പോകുന്നു? കടകംപള്ളി സുരേന്ദ്രൻ പോകുന്നു, കടകംപള്ളി സുരേന്ദ്രൻ പോകുന്നു, പിന്നെ മണിയാശാൻ പോകുന്നു, അതൊക്കെ പോകേണ്ടതാണ്. പിന്നെ നമ്മുടെ മൊയ്തീൻ പോകുന്നു, അത് പ്രധാനമാണ്, മുസ്ലിം പ്രാതിനിധ്യം. പിന്നെ രാമകൃഷ്ണൻ പോകുന്നു, കോഴിക്കോട് ജില്ലാ പ്രാതിനിധ്യം. മനസ്സിലായില്ലേ? പിന്നെ ശൈലജ ടീച്ചർ പോകും. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടേക്കാവുന്ന ഒരു വ്യക്തി. ആ സ്ഥാനത്തേക്ക് ആര് വരുന്നു? റിയാസ്. അപ്പോൾ റിയാസിൻ്റെ വരവ് മാത്രമല്ല, റിയാസിന് കൊടുത്ത വകുപ്പോ ഈ എസ് ശർമ്മയും ദാസനും ഒക്കെ വന്നപ്പോൾ അവർ വിജയകുമാർ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചത്. ദാസനും ഒരിക്കലും മന്ത്രിയായില്ല. ശർമ്മ 3ാമത്തെ ടൈമിലാണ് മന്ത്രിയാവുന്നത്. വിജയകുമാർ 3ാമത്തെ ടൈമിലാണ് സ്പീക്കറാകുന്നത്. പിന്നത്തെ തവണയാണ് മന്ത്രിയാകുന്നത്. അപ്പോൾ ഒരുപാട് കാലം കാത്തിരുന്നിട്ടാണ് ചെറുപ്പക്കാർക്ക് മന്ത്രിസ്ഥാനം കിട്ടുക. പിന്നെ രാധാകൃഷ്ണൻ മാത്രമാണ് ആദ്യത്തെ തവണ മന്ത്രിസ്ഥാനം കിട്ടിയത്. കാരണം അന്ന് പട്ടികജാതിക്കാർ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും രാധാകൃഷ്ണൻ കാര്യമായി രാധാകൃഷ്ണൻ പ്രത്യേകിച്ച് വകുപ്പൊന്നും, ഇത്രയും സീനിയറാണ്, ഇത്രയും നല്ല നേതാവാണ്, അഴിമതിയില്ലാത്ത ആളാണ്, പട്ടിക സമുദായക്കാരനാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്ക് കൊടുത്തേക്കുന്ന വകുപ്പ് പഴയത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ റിയാസ് മന്ത്രിയാകുന്നത് മാത്രമല്ല, അദ്ദേഹത്തിന് കിട്ടിയ വകുപ്പുകൾ നോക്കും. പൊതുമരാമത്ത്, ടൂറിസം. അതിനുശേഷം പാർട്ടി പുനഃസംഘടിപ്പിക്കുമ്പോൾ ഇദ്ദേഹത്തെ സെക്രട്ടേറിയറ്റിലേക്ക് കൂട്ടുന്നു. രാജുറാവ് ഇപ്പോഴാണ് ആദ്യമായിട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ എത്തുന്നത്. അല്ല ഞാൻ പറഞ്ഞത്, ഇനി അടുത്തത് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരും. മാത്രമല്ല, എനിക്ക് എൻ്റെ ഒരു വിശ്വാസം പാർലമെൻറ്റ് ഇലക്ഷൻ കഴിയുമ്പോൾ പുള്ളി കാരണവർ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് പുള്ളിയെ കയറ്റിയിരുന്നു. പാർട്ടി സമ്മതിക്കുമോ? പാർട്ടിയിൽ ഇപ്പോൾ എന്താ ആരെ സമ്മതിക്കാത്തത്? ഇദ്ദേഹം ഇപ്പോൾ പകലാണെന്ന് പറഞ്ഞപ്പോൾ പകലാണെന്ന് പറയും, രാത്രിയാണെന്ന് പറഞ്ഞാൽ രാത്രിയാണെന്ന് പറയും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും യോഗ്യൻ എൻ്റെ മരുമകനാണെന്ന് പുള്ളി പറഞ്ഞാൽ പിന്നെ മരുമകനാണ്. ഷാജൻ സ്കറിയയുടെ അനുവാദം വേണോ? വേണ്ടല്ലോ. അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ അനുവാദം വേണോ? വേണ്ടല്ലോ. സത്യം പറഞ്ഞാൽ സാറാൻ തോന്നി ഇയാളെ മന്ത്രിയായേക്കുമെന്ന് ആദ്യം പറഞ്ഞ ഒരാൾ. അപ്പം ഞാൻ ഓർത്തു ഈ സാർ എന്ത് വിവരക്കടയെ വിളിച്ചു, അത്രയും വലിയ പൊട്ടത്തരങ്ങളൊക്കെ ഈ പിണറായി ചെയ്യുമോ? നമുക്ക് പിണറായി വിരുദ്ധത ഉണ്ടെങ്കിലും ഞാൻ സ്വപ്നത്തിൽ ചിന്തിച്ചില്ല മരുമോനെ മന്ത്രിയാക്കുന്നു. മരുമോൻ മന്ത്രിയായിട്ട് ഇപ്പം എന്താ കുഴപ്പം? ഏഷ്യാനെറ്റൊക്കെ വാർത്ത ഞാൻ ഡെസ്കിൽ പറഞ്ഞു, നോ കൊടുക്കരുത്. ഏഷ്യാനെറ്റൊക്കെ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്, മറ്റേ റിയാസ്, ഞാൻ നോ ആവത്തില്ല, ആ വാർത്ത കൊടുക്കരുത്, ഞാൻ ഇണ്ടാസിറക്കി. പക്ഷേ ഞെട്ടിപ്പോയി. അല്ല, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ കഴിയുമ്പോൾ ഇതിലേക്ക് വരാം. പാർലമെന്റ് ഇലക്ഷൻ കഴിയുമ്പോൾ പുള്ളി പവറിൽ ഇരുന്നുകൊണ്ട് വേണേ ആക്കാൻ പറ്റില്ല. പവറിൽ മാറിയതിന് ശേഷം ആക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആവാം. മരിക്കുന്നതിന് ശേഷം ആക്കാൻ പറ്റില്ല. ഗോവിന്ദ മാഷ് സെക്രട്ടറി ആയിട്ട് തുടരും. ശൈലജ ടീച്ചറെ മിക്കവാറും ഈ പാർലമെന്റ് ഇലക്ഷൻ എവിടെയെങ്കിലും നിർത്തി തോപ്പിക്കും. വടകരയിൽ നിർത്തണോ കോഴിക്കോട്ട് നിർത്തണോ എന്ന് മാത്രം തീരുമാനിക്കാത്തുള്ളൂ. അതോടെ മിക്കവാറും കണ്ണൂരായിരിക്കും. കോഴിക്കോട്ടായിരിക്കില്ല, കണ്ണൂരോ വടകരയിലോ രണ്ടാമതൊരു സ്ഥലത്ത് ടീച്ചറെ നിർത്തി തോപ്പിക്കും. അതോടെ തോപ്പിക്കണ്ട, അത് ആൾക്കാരെ തോപ്പിക്കുള്ളൂ. നിർത്തിയാൽ മതി. ആളുകൾ കാത്തിരിക്കല്ലേ, നിന്നാ മതി. അല്ല, അപ്പം ലീഗ് ഈ ഒരു സാഹചര്യത്തിൽ ലീഗ് വരാനുള്ള സാധ്യത പിന്നെ ലീഗ് വരാനുള്ള സാധ്യതയില്ല. ലീഗിന് ഇങ്ങനെ പുറകെ നടത്തും, പക്ഷെ ഒരിക്കലും എടുക്കൂല. കാരണം ലീഗ് കൂടി വന്നാൽ പിന്നെ റിയാസ് മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യത തീരെയില്ലണ്ടോ. കാരണം അതിൻ്റെ കമ്മ്യൂണൽ കോമ്പിനേഷൻ വല്ലാതെ മാറും. നേരെ മറിച്ച് ഇപ്പോൾ റിയാസിനെ മുഖ്യമന്ത്രി ആക്കുകയാണെങ്കിൽ ആ പാർട്ടിക്ക് ഒരുപാട് മേനി നടിക്കാൻ പറ്റും. കാരണം ഒരു ന്യൂനപക്ഷ സമുദായക്കാരനെ ആദ്യമായിട്ട് വെച്ചാൽ CH മുഹമ്മദ് കോയ 53 ദിവസം മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി, 28% വോട്ടർമാരുള്ള, 30% ജനങ്ങളുള്ള ഒരു കമ്മ്യൂണിറ്റീനെ ഇന്ന ദിവസം വരെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിട്ടില്ല. അത് ശരിയാ. അത് മാർക്സിസ്റ്റ് പാർട്ടി ന്യൂനപക്ഷത്തിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവല്ലേ. അത് വലിയ പിന്തുണ ഉണ്ടാവില്ല. വലിയ പിന്തുണ ഉണ്ടാവും. മുസ്ലിം കമ്മ്യൂണിറ്റിക്കാർ തന്നെ ആലോചിക്കില്ല. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയൊക്കെ എത്ര കൊല്ലം ഈ സംവിധാനം കൊണ്ടുവന്നിട്ട് വല്ലതും കിട്ടും എന്ന് ചോദ്യം പറ്റില്ല. അല്ല, അങ്ങനെ വരുമ്പം വീണ്ടും വരുവാണെങ്കിൽ അതൊക്കെ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ജനങ്ങളാണല്ലോ.
പക്ഷേ ആ ഒരു സാധ്യതയുണ്ട് അവിടെ. അത് വരുന്നവർ ക്രിസ്ത്യൻ വോട്ട് UDF വരാം. ക്രിസ്ത്യൻ വോട്ട് അത് പറയാൻ പറ്റില്ല. അത് ക്രിസ്ത്യൻ വോട്ട് എങ്ങോട്ട് പോകുന്നു എന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഇച്ചിരി പഴയ പോലെ CPM വികാരം കുറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യൻ വോട്ടിന്. ക്രിസ്ത്യൻ വോട്ടുകൾ CPM പോയത് സത്യത്തിൽ CPM സ്നേഹം കൊണ്ടേ അല്ല, ലീഗിനോട് യാതൊരു താല്പര്യം ഉണ്ടായിട്ടല്ല. എപ്പോഴും ഒരു തിരുവിതാംകൂർ, മധ്യ തിരുവിതാംകൂറിലെ ഒരു ക്രിസ്ത്യൻ, ഒരു സുറിയാനി ക്രിസ്ത്യൻ എന്ന് വെച്ചാൽ അവൻ പൊട്ടൻഷ്യലി ആൻറ്റി മാർക്സിസ്റ്റാണ്. അതെ, എനിക്കറിയാം, ആൻറ്റി മാർക്സിസ്റ്റാണ്. അത് BJP പോയാലും CPM പോയില്ല. പിന്നെ CPM വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് UDF തോപ്പിക്കാൻ വേണ്ടി, അതെ, ലീഗിനെ ഒതുക്കാൻ വേണ്ടി, ലീഗിനോടുള്ള വിരോധം. ഈ 2018 വലിയ വിഷയമായിരുന്നു ആ സമയത്ത്. അതെ, ലവ് ജിഹാദ് ഒരുപാട് വിഷയങ്ങൾ, വലിയ വിഷയം, ഉള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് വിഷയങ്ങൾ ഈ വൈദികന്മാരുടെ പ്രധാന മുൻകൈയിൽ ചെയ്തിരുന്നു. ചില പ്രത്യേക വൈദികരും ചില മെത്രാന്മാരും അതിന്. പക്ഷെ എനിക്കൊന്ന് ഇപ്പം ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ഇവരുടെ ആ വികാരം ഇപ്പം CPM മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഈ ലീഗ് വിരോധം എന്ന് പറയുന്നത് CPM എതിരായിട്ടുണ്ട്. ദീപികയുടെ എഡിറ്റോറിയൽ വായിച്ചാൽ എല്ലാ ദിവസവും അത് ദീപികയ്ക്ക് വലിയ സർക്കുലേഷൻ ഉള്ളതുകൊണ്ടല്ല, അത് സഭയുടെ അഭിപ്രായം. അല്ല, എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ആ സമയത്തുണ്ടായിരുന്ന ഒരു വലിയ ലീഗ് വിരോധമുണ്ട്. ഇനിയിപ്പോൾ ലീഗിനോട് വിരോധിച്ചിട്ട് കാര്യമില്ല, ലീഗ് പുറമ്പോക്കിലാണ്. ഇത് പ്രതിപക്ഷത്ത് അതിൽ തന്നെ അഗണ്യ കോടിയിരിക്കുന്ന ഒരു പാർട്ടിയോട് വെറുതെ വിരോധം വെച്ച് പുലർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അവിടെ വെച്ച് എൻ്റെ ഉമ്മ വെച്ചാൽ അത് കല്യാണത്തിന് വീഡിയോ വരുമ്പോൾ ഏത് പൊട്ടനാണ് വീഡിയോഗ്രാഫറെങ്കിലും അത് എഡിറ്റ് ചെയ്യുമ്പോൾ അത് വിട്ടുകളയും. അങ്ങനെ ആ വിവാഹ വീഡിയോയിൽ 5 മിനിറ്റിൽ പോലും പുള്ളി കയറി. തരൂരിനെ മുൻനിർത്തി ഇലക്ഷൻ നേരിടുന്നതല്ല. തരൂർ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റിയ ആളല്ല. തരൂരിനെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് ഇലക്ഷൻ നേരിട്ടാലേ കോൺഗ്രസ് ജയിക്കുള്ളൂ എന്ന ഒരു ധാരണ ആളുകളുടെ ഇടയിലുണ്ട്. ഈ രാമക്ഷേത്ര നിർമ്മാണം ശരിക്കും മോദി സർക്കാരിന് വോട്ട് ഗുണകരം.